വെൽക്കം ടു ബിനൂസ് ഹിന്ദി ലേണിംഗ് ക്ലാസ്. അപ്പോൾ ഇന്ന് നമ്മൾ മറ്റൊരു വെറൈറ്റി ക്ലാസ് ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. വേറെ ഒന്നുമല്ല, നിങ്ങൾ തമ്പുരാനിൽ വായിച്ചു കാണുമല്ലോ അല്ലേ, കഥകളിലൂടെ നമ്മൾ ഭാഷ പഠിക്കാന്ന്. അന്ന് അതല്ല, കഥകളിന്നല്ല, ഈ കഥകള് നമുക്ക് സ്വയം, മറ്റുള്ള കഥകൾ കേൾക്കുന്നതിനേക്കാളും നമുക്ക് സ്വയമായിട്ട് വന്നൊരു ചെറിയ കഥ എഴുതി നോക്കിയാലും. കഥയല്ല കേട്ടോ, കഥ എന്ന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. കഥ എഴുതാൻ അറിയുന്നവർക്ക് കഥ എഴുതി നോക്കാം. അതല്ലെങ്കിൽ നമ്മുടെ ലൈഫിലെ ചെറിയ ചെറിയ സിറ്റുവേഷൻസ്, ഒരുപാട് എഴുതാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു 2 വരിയെങ്കിലും, 2 ലൈൻ 4 ലൈൻ, അങ്ങനെ വളരെ ചെറിയൊരു പാരഗ്രാഫ് പോലെ നിങ്ങൾ സ്വയമായിട്ട് മലയാളത്തിൽ എഴുതുക. എന്നിട്ട് അതൊന്ന് ഹിന്ദിയിലേക്ക് എഴുതാൻ ശ്രമിച്ചേക്കേ. ഇപ്പൊ ഞാനൊരു സിറ്റുവേഷൻ പറയാം, ഒരു ചെറിയൊരു പാരഗ്രാഫ്, വലിയ സ്റ്റോറി ഒന്നല്ല കേട്ടോ. ഓക്കെ, ഞാൻ ഇന്നലെ രാത്രി ജോലി കഴിഞ്ഞ് എന്താ പറയുന്നത്, വീടിൻ്റെ അടുത്തിടെ റോട്ടിൽ കൂടെ നടന്നു വരികയായിരുന്നു. വീടിൻ്റെ അടുത്തുള്ള റോട്ടിൽ കൂടെ നടന്നു വരികയാണ്. പെട്ടെന്ന് കറണ്ട് പോയി. അപ്പോൾ ഞാൻ എന്താ ചെയ്യുക, എൻ്റെ മൊബൈലിലെ ടോർച്ച് തെളിയിച്ചു. അപ്പോൾ ഞാൻ എൻ്റെ മൊബൈലിലെ ടോർച്ച് തെളിയിച്ചു. അപ്പോൾ ഞാൻ താഴെ കണ്ടത് എന്താണെന്നറിയോ, എൻ്റെ കാലിൻ്റെ അടുത്തുകൂടി ഒരു പാമ്പ് കടന്നുപോയി. പെട്ടെന്ന് അതാണ് ഞാൻ കാണുന്നത്, എൻ്റെ കാലിൻ്റെ അടുത്തൂടെ ഒരു പാമ്പ് കടന്നുപോയി. അപ്പോൾ ഞാൻ ഓട്ടോമാറ്റിക്കലി പേടിച്ച് ഒച്ച വെച്ചു. എന്താ, പാമ്പ് പാമ്പ് തൊട്ട് ഒച്ച വെച്ചു. അപ്പോൾ അടുത്തുള്ള കടയിൽ നിന്ന് ഒരു 3-4 ആൾക്കാർ ഓടി വന്നു. ഓക്കെ, അപ്പോൾ എൻ്റെ സൗണ്ട് കേട്ടിട്ട് അവർ ഓടി വന്നിട്ട് അവർ വന്ന് ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും പാമ്പ് എന്താ പറയുക, ഈ കുറ്റിക്കാടിൻ്റെ ഇടയിലേക്ക് കയറിപ്പോയി. അപ്പോൾ ഞാൻ സത്യത്തിൽ ശരിക്കും കാല് വെക്കേണ്ടതാണ്. അപ്പോൾ എന്തോ ഭാഗ്യത്തിൻ്റെ പേരിൽ അങ്ങനെ ഉണ്ടായില്ല. അപ്പോൾ വന്നവർ പറഞ്ഞു ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു. എന്നിട്ട് അവർ പോയിട്ടോ, അവർ പോയപ്പോൾ ഓട്ടോമാറ്റിക്കലി ഞാൻ വേഗം വീട്ടിലോട്ട് പോയി. ഇതൊരു സിറ്റുവേഷനാണ്. ഇതിപ്പോൾ എൻ്റെ ഒരു സിറ്റുവേഷൻ ഞാൻ പറഞ്ഞാട്ടോ. അപ്പൊ ഇതുപോലെ നിങ്ങൾക്കും സിറ്റുവേഷൻസ് ഉണ്ടാവാമല്ലോ. ഇപ്പൊ കുറെ നാൾ കഴിഞ്ഞ് എൻ്റെ ഒരു ഫ്രണ്ട് വന്നു, ഫ്രണ്ടിൻ്റെ കൂടെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോയി. അങ്ങനെയുള്ള പല സിറ്റുവേഷൻസ് ഉണ്ടാവും. ഇപ്പൊ ഞാൻ ഇന്നലെ അവനെ വിളിച്ചിരുന്നു, പക്ഷെ അവൻ വന്നില്ല. അങ്ങനെയൊക്കെ നമ്മൾ മലയാളത്തിൽ പറയും. പെട്ടെന്ന് ഹിന്ദിയിൽ അതിനൊന്നും ആലോചിക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ലല്ലോ. ഇപ്പൊ ഈ ഒരു സെന്റൻസ് നോക്കൂ, ഇന്നലെ ഞാൻ അവനെ വിളിച്ചിരുന്നു പക്ഷെ അവൻ വന്നില്ല. അതൊന്നും മലയാളത്തിൽ എഴുതി വെക്കേ, എന്നിട്ട് അതിന്റെ ഹിന്ദിയിൽ ഒന്ന് എഴുതാൻ പറ്റുന്നുണ്ടോ നോക്കിയൊക്കെ. വളരെ ഈസിയാണ്. मैंने उसे कल बुलाया था, ഞാൻ ഇന്നലെ അവനെ വിളിച്ചിരുന്നു. ലേക്കിൻ वो नहीं आया, പക്ഷെ അവൻ വന്നില്ല. ഇത് വളരെ സിമ്പിൾ അല്ലേ? കേട്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഇത്ര ഉണ്ടായിരുന്നുള്ളൂ എന്ന്. പക്ഷെ മലയാളത്തിൽ പറയുമ്പോൾ നമുക്കത് തിരിച്ച് ഹിന്ദിയിലേക്ക് പറയാൻ പറ്റുമോ എന്നുള്ള ഡൗട്ടാണ് നമുക്ക്. അപ്പോൾ ഞാൻ ഈ ഒരു കാര്യം പറയുന്നത് വേറൊന്നും കൊണ്ടല്ല, നമുക്ക് പറ്റാവുന്നത്ര 2 3 നിങ്ങൾക്ക് എത്ര ലൈനാണോ എഴുതാൻ പറ്റുന്നത്. ഇനി കഥ എഴുതാൻ പറ്റുന്നവരാണെങ്കിൽ കഥ എഴുതിക്കോ കേട്ടോ. എന്നിട്ട് അതിനെ നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കുക മലയാളത്തിലോട്ട്. ഒരു ദിവസം നിങ്ങൾ അതിന് വേണ്ടി ഇരുന്ന് നോക്ക്. അപ്പോൾ നമുക്ക് മനസ്സിലാവും നിങ്ങൾ എവിടെയാണ് എന്താ പറയുക സ്റ്റക്കായി പോണേ. കണക്റ്റിംഗ് വേർഡ്സ് ആണോ നിങ്ങളുടെ പ്രോബ്ലം, അതല്ലെങ്കിൽ വേർഡ്സുകളുടെ അർത്ഥങ്ങളാണോ പ്രശ്നം വരുന്നത്, അതല്ല എല്ലാം കൂടി തട്ടിക്കൂട്ടി എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതൊക്കെ നിങ്ങളൊന്ന് ട്രൈ ചെയ്യണം കേട്ടോ. കാരണം ഇത്ര നാളായില്ല നമ്മൾ കണ്ടിന്യൂ ആയിട്ട് ഹിന്ദി പഠിക്കുന്നത്. എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാതിരിക്കില്ല, അത് ഉറപ്പാണ്. ഇപ്പൊ എൻ്റെ ഒരു സിറ്റുവേഷൻ ഞാൻ പറഞ്ഞു, അത് നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഞാൻ ഇന്നലെ രാത്രി ജോലി കഴിഞ്ഞ് വീടിൻ്റെ അടുത്തുള്ള റോഡിലൂടെ നടന്നു വരികയായിരുന്നു. അപ്പൊ എങ്ങനെയാ പറയണ്ടേ, मैं कल रात काम के बाद, ജോലി കഴിഞ്ഞാണെങ്കിൽ काम के बाद, അതല്ല ഓഫീസ് എന്നാണെങ്കിൽ ഓഫീസ്. ഓക്കെ, मैं कल रात काम के बाद घर के पास सड़क से, घर के पास വീടിന്റെ അടുത്തുള്ളന്ന് ഞാൻ പറഞ്ഞില്ലേ, सड़क से, सड़क से എന്ന് പറഞ്ഞാൽ റോട്ടിലൂടെ, പൈതൽ ആ രഹി थी, പൈതൽ എന്ന് പറഞ്ഞാൽ നടന്ന്, പൈതൽ ആ രഹി थी അല്ലെങ്കിൽ ആ രഹാ था. ഈ ഒരു സെന്റൻസ് മലയാളത്തിൽ നിന്ന് ഹിന്ദിയിലേക്ക് ആക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ട് തോന്നിയോ നിങ്ങൾക്ക്? എവിടെയാണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തോന്നണമെന്ന് നോക്കുക. ഈ കെ ആണോ കായാണോ അല്ലെങ്കിൽ ഈ പൈതൽ എന്നുള്ള വേർഡാണോ കിട്ടാണ്ടായേ, അത് നമുക്ക് എന്താ പറയുക കുറച്ചും കൂടി നമ്മളെ വിലയിരുത്താൻ സഹായിക്കും. മനസ്സിലായോ? അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ചെയ്തു നോക്കാൻ പറഞ്ഞത്. ഓക്കെ, എൻ്റെ സ്റ്റോറിയിൽ എന്താ, ഞാൻ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ എന്താ സംഭവിച്ചത്, പെട്ടെന്ന് കറണ്ട് പോയി. അതെങ്ങനെയാ പറയാ, അചാനക് എന്നാണ് പെട്ടെന്ന് എന്ന് പറയാം. കറണ്ടിന് എന്താ പറയണേ, ബിജ്ലി അല്ലേ. അചാനക് ബിജ്ലി ചലി ഗയി, ചലി ഗയി എന്നാ പറയാ കേട്ടോ, ബിജ്ലി. ഓക്കെ, അചാനക് ബിജ്ലി ചലി ഗയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് കറണ്ട് പോയി. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, അപ്പൊ എന്താ സംഭവിച്ചത്, ഞാൻ എന്താ ചെയ്തേ, ടോർച്ച് തെളിയിച്ചു അല്ലേ, സോറി മൊബൈലിന്റെ ടോർച്ച് തെളിയിച്ചു. തബി മേ, അപ്പോൾ മേ ഞാൻ മൊബൈൽ കി ടോർച്ച് ജലായി,
ജലാന എന്ന് പറഞ്ഞാൽ കത്തിക്കുക എന്നാണ്. അപ്പൊ ഇവിടെ തെളിയിക്കുക എന്നുള്ളതിനും ആ ഒരു വാക്കാണ് കേട്ടോ. തബി മേ മൊബൈൽ കി ടോർച്ച് ജലായി. അപ്പൊ ഞാൻ എന്താ കണ്ടേ? എൻ്റെ കാലിൻ്റെ അടുത്തൂടെ ഒരു പാമ്പ് കടന്നു പോകുന്നതാ. അപ്പൊ അതെങ്ങനെയാ പറയാ? അപ്പോൾ ഞാൻ എൻ്റെ കാലിൻ്റെ അടുത്തൂടെ ഒരു പാമ്പ് കടന്നുപോയി എന്നല്ലേ? ഉസ് വക്ത്, ആ സമയം. വക്ത് എന്ന് പറഞ്ഞ സമയം കേട്ടോ, അല്ലെങ്കിൽ ഉസ് സമയം എന്നും പറയാം. ഉസ് വക്ത് മേരെ പേരോക്കെ പാസ് എക് സാമ്പ് ഗുസറ. ഗുസറ എന്ന് പറഞ്ഞാൽ കടന്നു പോവുക അല്ലെങ്കിൽ ചലാ ഗയ. നമുക്ക് എന്താണോ എളുപ്പം കിട്ടുന്ന വാക്കുകൾ, ഒരു വാക്കിന് തന്നെ പല അർത്ഥങ്ങളുണ്ട് അല്ലെ? അപ്പൊ നമുക്ക് എത്ര ഈസി ആയിട്ട് ഏതാണോ വെക്കാൻ പറ്റുന്നത് അത് യൂസ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പൊ ഉസ് വക്ത് മേരെ പേരോക്കെ പാസ് എക് സാമ്പ് ഗുസറ. ഗുസറ എന്ന് പറഞ്ഞാൽ കടന്നു പോവുക അല്ലെങ്കിൽ ചലാ ഗയ. ഓക്കെ, അപ്പൊ ഞാൻ എന്താ ചെയ്തേ? പേടിച്ച് വിറച്ച് ഒച്ച വെച്ചു അല്ലെ? അപ്പൊ പേടിച്ച് വിറച്ച് ഒച്ച വെക്കുക എന്നാണ് പറയുന്നതിന് നമ്മള് ഡർന എന്ന് പറഞ്ഞാൽ പേടിക്കുക എന്നാണ്. അപ്പൊ അതിനൊരു യൂസ് ചെയ്യുന്ന ഒരു സെന്റൻസ് ഇങ്ങനെയാണ്, മേ ഡർക്കെ മാരെ. ഡർക്കെ മാരെ എന്നുള്ളത് ഒരു സെന്റൻസ് ആണ് കേട്ടോ. നമ്മൾ പേടിച്ച് വിറച്ചു എന്ന് പറയില്ലേ, അങ്ങനെയാണ്. മേ ഡർക്കെ മാരെ ചില്ലായി. ചില്ലായി എന്ന് പറഞ്ഞാൽ ഞാനായതുകൊണ്ട് അല്ലെങ്കിൽ ചില്ലായ എന്ന് പറയാം കേട്ടോ, ജെൻസ് ആണെങ്കിൽ. ഓക്കെ, മേ ഡർക്കെ മാരെ ചില്ലായി. ഓക്കെ, അപ്പൊ എന്തുണ്ടായ? സുൻകർ, അത് കേട്ട് ആരാ ഓടി വന്നേ? ദുക്കാലിന്റെ 3-4 ദുക്കാൻ അടുത്തുള്ള കടയിൽ നിന്നും 3-4 പേര് ഓടി വന്നു, അങ്ങനെയല്ലേ? അപ്പൊ അത് കേട്ട് വഹ് സുൻകർ പാസ് കി ദുക്കാൻ സേ എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്തുള്ള കടയിൽ നിന്നും 3-4 ലോഗ് 3-4 ആളുകൾ ദോടത്തെ ഹുയേ ആയി. അപ്പൊ ആ സെന്റൻസുകളൊന്നും മനസ്സിലായിരിക്കും. ദോടത്തെ ഹുയേ ആയേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓടിക്കൊണ്ട് വന്നു, മനസ്സിലായോ? നമ്മളിങ്ങനെ ഒച്ച വെച്ച് കരഞ്ഞല്ലേ, അപ്പൊ ആൾക്കാർ എന്താ പറയാ, ഓടിക്കൊണ്ട് വന്നു. അപ്പൊ വഹ് സുൻകർ പാസ് കി ദുക്കാൻ സേ 3-4 ലോഗ് ദോടത്തെ ഹുയേ ആയേ. ഓക്കെ, ഇനി എന്താണ്ടായേ? അവര് വന്നപ്പോഴത്തേക്കും പാമ്പ് ഒരു കുറ്റിക്കാടിന്റെ ഉള്ളിലോട്ട് പോയി, അങ്ങനെയല്ലേ പറഞ്ഞേ? അപ്പൊ तब तक സം ജാഡിയോം കെ അന്തർ ജാ ചുക്കേ थे. ജാഡിയോ എന്ന് പറഞ്ഞാൽ ഈ കുറ്റിക്കാട്, കുറ്റിച്ചെടികളില്ലേ, അതിനാട്ടോ ജാഡ് എന്നൊക്കെ പറയുന്നത്. കുറ്റിച്ചെടികൾ എന്നുള്ള അർത്ഥത്തിലാണ് കേട്ടോ. അപ്പൊ തബ് തക് അപ്പോഴേക്കും, സാമ്പ് ജാഡിയോം കെ അന്തർ ചലേ ഗേ, ജാ ചുക്കാത പോയി കഴിഞ്ഞിരുന്നു, അങ്ങനെയല്ലേ പറഞ്ഞേ? ഓക്കെ, അപ്പൊ അവരെന്താ പറഞ്ഞേ? ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് അവര് പോയി. ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു. അതെന്താ? കറണ്ട് ഉണ്ടായിരുന്നില്ല, ടോർച്ച് അടിച്ചപ്പോഴാണ് ഞാൻ പാമ്പിനെ കണ്ടത്. അപ്പൊ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു അവരങ്ങ് പോയി. അപ്പൊ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു എന്നെങ്ങനെ പറയാം? കിസ്മത് സേ ബച്ച് ഗയി. ഞാനായതുകൊണ്ട് ബച്ച് ഗയ അങ്ങനെ പറയാം കേട്ടോ. കിസ്മത് സേ ബച്ച് ഗയ. കിസ്മത്ത് എന്ന് പറഞ്ഞാൽ ഭാഗ്യം. ഈ ഭാഗ്യ സേ ബച്ച് ഗയ എന്ന് നിങ്ങൾക്ക് അങ്ങനെ യൂസ് ചെയ്യെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം. ഓക്കെ, ശരി. പിന്നെ അപ്പൊ ഞാൻ എന്താ ചെയ്തേ? അല്ല സോറി, അങ്ങനെ പറഞ്ഞുകൊണ്ട് അവർ പോയി അല്ലേ? യേ കഹ്കർ വേ ചലേ ഗയേ, അല്ലെങ്കിൽ യേ കഹ്തേ ഹുയേ വേ ചലേ ഗയേ. മനസ്സിലായോ? അപ്പൊ അതാണ് ആ സെന്റൻസ് വരുന്നത്. എങ്ങനെയാണ്? കിസ്മത് സേ ബച്ച് ഗയേ, യേ കഹ്കർ വേ ചലേ ഗയേ. അത് പറഞ്ഞിട്ട് അവര് പോയി. അപ്പൊ പിന്നെ എന്തുണ്ടായേ? ഞാനും വേഗം വീട്ടിലോട്ട് പോയി അല്ലേ? ജൽദി സേ മേ ബി घर चली गई. ജൽദി സേ മേ ബി घर चली गई. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇത് ഞാൻ എൻ്റെ ഒരു സിറ്റുവേഷൻ ഞാൻ മലയാളത്തിൽ എഴുതി, അതിൻ്റെ സെയിം തന്നെ ഞാൻ ഹിന്ദിയിൽ പറഞ്ഞു അല്ലേ? അപ്പൊ ഹിന്ദിയിൽ തന്നെ എഴുതണമെന്നില്ല, നമുക്ക് ഇതിനെ മലയാളത്തിൽ തന്നെ എഴുതാം. ഹിന്ദി കേട്ടോ, എല്ലാവർക്കും ഹിന്ദി എഴുതാൻ അറിയണമെന്നില്ലല്ലോ. അപ്പൊ ഇതൊക്കെ നമ്മൾ എത്രത്തോളം പഠിച്ചു എന്നും നമുക്ക് നമ്മളോട് തന്നെ ഒരു കോൺഫിഡൻസ് തരുന്ന ഒരു സിറ്റുവേഷനാണ്. ഞാനിങ്ങനെ ആലോചിച്ചു എന്തൊക്കെ വെറൈറ്റീസ് ആണ് നമ്മുടെ ക്ലാസ്സിൽ കൊണ്ടുവരേണ്ടത്, അതല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ നിങ്ങൾ എത്രത്തോളം ആയി എന്ന് മനസ്സിലാക്കാനായിട്ട് എന്തെങ്കിലുമൊക്കെ വേണ്ടേ? നമുക്കിങ്ങനെ എക്സാമും ടെസ്റ്റും ഒക്കെ എടുത്ത് ഞാൻ മുൻപത്തുള്ള സീരീസിലൊക്കെ എടുത്തിട്ടുണ്ട്. പക്ഷെ അതിലൊന്നും അല്ല, നമ്മുടെ എഫർട്ട് എത്രത്തോളം ഉണ്ട് അതിലാണ് നമ്മുടെ മുന്നോട്ട് പോക്ക് അല്ലേ? അപ്പൊ നിങ്ങൾ ചെയ്ത് നോക്കുക, നിങ്ങളുടെ അഭിപ്രായം എന്നോട് പറയുക. നിങ്ങൾ സ്വയം എന്താ പറയാ, മറ്റുള്ള കഥകൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നേക്കാളും നല്ലതായിരിക്കും നമ്മുടെ ഒരു ചെറിയ സിറ്റുവേഷൻസ്. ഇപ്പൊ നിങ്ങൾക്ക് സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഞാൻ പറഞ്ഞല്ലോ ഇന്ന് എനിക്ക് പനിയായതുകൊണ്ട് എനിക്ക് ഓഫീസിൽ പോകാൻ കഴിഞ്ഞില്ല. ഓഫീസിൽ നിന്ന് എൻ്റെ ഫ്രണ്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഞാൻ അവളൊന്ന് വിളിച്ച് പറയട്ടെ
എന്നൊക്കെ നമ്മളൊന്ന് എഴുതുക, മലയാളത്തിലൊന്ന് എഴുതിയിട്ട് അതിനെ എനിക്ക് ഹിന്ദിയിലാക്കാൻ പറ്റുന്നുണ്ടോ എന്നൊന്ന് നോക്കുക. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ ആയിട്ടൊരു ചെറിയൊരു ക്ലാസ് എൻ്റെ ബുദ്ധിയിൽ തോന്നിയതാണ് ഇങ്ങനൊരു ക്ലാസ് ചെയ്യാന്നുള്ളത്. ഇത് നന്നായോ ഇല്ലയോ എനിക്കറിയില്ല, നിങ്ങൾക്കത് എങ്ങനെ ആക്സെപ്റ്റ് ആയെന്ന് എനിക്കറിയില്ല. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ എന്തായാലും വിടുക. അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കുക. എന്നും പറയണ പോലെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക. പിന്നെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനായിട്ട് മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ് കാണാം. ബൈ.